പ്രൈസ് ഗോഡ്. വചനത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യാളത്തെ സ്വന്തം ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. രണ്ട് ഉദാഹരണങ്ങളിലൂടെയാണ് വിശുദ്ധ ഇത് പറഞ്ഞേക്കുക. ഒരു വശത്ത് ഒരു ഡോക്ടറായ അപ്പൻ സ്വന്തം മകൻ കല്ല് തട്ടി വീണ് കഴിയുമ്പോൾ മുറിവുണക്കാൻ പലതും ചെയ്യുന്നൊരപ്പൻ. മറുവശത്ത് സ്വന്തം മകൻ ആ കല്ലിൽ തട്ടി വീഴുമെന്നോർത്ത് മകൻ അറിയാതെ ആ കല്ലെടുത്ത് മാറ്റുന്ന ഒരപ്പൻ. കൊച്ചുത്രേസ്യ പറയാം, ആദ്യത്തെ ഉദാഹരണത്തിൽ സ്വന്തം അപ്പൻ കാണിക്കുന്ന കെയറും അല്ലെങ്കിൽ ആ ഒരു കരുതലും ഒക്കെ കണ്ട് സ്വന്തം മകൻ എന്തായാലും തിരിച്ചൊരു സ്നേഹം കാണും, നന്ദി കാണും അപ്പനോട്. പക്ഷെ എന്നാൽ രണ്ടാമത്തെ സിറ്റുവേഷനിൽ അപ്പൻ ചെയ്തതൊന്നും മകൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ മകന് സ്വന്തം അപ്പനോട് സ്നേഹം കുറവായിരിക്കും. പക്ഷേ പിന്നീട് ഒരിക്കലും ആ മകൻ അപ്പൻ ചെയ്തതറിഞ്ഞാൽ മറ്റേ മകനേക്കാളും കൂടുതൽ അപ്പന് ഈ മകൻ സ്നേഹിക്കില്ലേ? നമ്മളൊക്കെ മിക്കപ്പോഴും ഈശോയ്ക്ക് നന്ദി പറയുന്നത് ഈശോ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, സ്നേഹത്തെക്കുറിച്ചൊക്കെ ഓർത്തിട്ടല്ലേ. പക്ഷേ എത്രയോ അപകടങ്ങളിൽ നിന്ന് ഈശോ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ കാർ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ കല്ലിൽ തട്ടി വീഴുന്ന കാര്യമൊന്നുമില്ല കേട്ടോ. അത് ഈശോയുടെ പ്രൊട്ടക്ഷനാണ്. എങ്കിലും അതിനേക്കാളും ഉപരിയായി പലതല്ലേ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര്, അതായത് ഇപ്പോൾ യൂത്ത് മയക്കുമരുന്നിനും അങ്ങനെ പല അഡിക്ഷൻസിനൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്നതും, അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാതെ സങ്കടപ്പെട്ട് ജീവിക്കുന്നതും കാണുമ്പോൾ നമ്മളെയൊക്കെ ഈശോ എത്രമാത്രം കാരുണ്യത്തോടെ പൊതിഞ്ഞ് പിടിക്കുന്നതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെയൊന്നും വീണു പോകാതിരിക്കുന്നതെന്ന് ഓർക്കാറുണ്ടോ? 91 സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈശോയെ അറിയാത്ത, സുവിശേഷം ഒരിക്കൽ പോലും കേൾക്കാത്ത അനേകായിരം പേര് ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മളും അവരെ പോലെ സുവിശേഷത്തിൻ്റെ മാധുര്യം അനുഭവിക്കാതെ ഈശോയെ അറിയാതെ ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഇന്ന് ആരായിരുന്നേനെ? എത്രയോ വലിയ അന്ധകാരത്തിലായിരുന്നേനെ നമ്മളൊക്കെ. എത്രയോ വലിയ പാപക്കുഴികളിൽ വീണ് പോകേണ്ടവരായിരുന്നു നമ്മൾ. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ വീണു പോകാതെ ഈശോ കാത്തു സൂക്ഷിച്ച ആ മേഖലകളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. മക്കൾ വീഴാതിരിക്കാൻ കല്ലെടുത്ത് മാറ്റുന്ന ഈ അപ്പനോട് നന്ദിയുള്ളവരായിരിക്കും. ആമേൻ.